സ്ത്രീകളുടെ സ്ട്രെസ് ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാകാറുണ്ട്. എസ്പെഷ്യലി PCOD കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വന്ധ്യതയുടെ ഒരു കാരണമാണ് എന്നുള്ളത്. എന്നാൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അതായത് സ്ത്രീകളുടേതെന്ന പോലെ തന്നെ പുരുഷന്മാരിലുള്ള സ്ട്രെസ്സും വന്ധ്യതയിലേക്ക് നയിക്കാറുണ്ട്. അതായത് സമ്മർദ്ദം വർദ്ധിക്കുന്ന സമയത്ത് ശരീരത്തിൽ കോർട്ടിസോൾ പോലുള്ള സ്ട്രെസ് ഹോർമോണിന്റെ അളവ് കൂടുകയും ഇത് പുരുഷ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോണിന്റെ ഒക്കെ പ്രൊഡക്ഷനെ ബാധിക്കുകയും ഇത് ബീജത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതിന്റെ മറ്റു പ്രവർത്തനങ്ങളെയൊക്കെ നെഗറ്റീവായി ബാധിക്കുന്നത് തന്നെ പുരുഷ വന്ധ്യതയുടെ ഒരു പ്രധാന കാരണമാണ്. അതുപോലെ ഓക്സിഡേറ്റീവ് സ്ട്രെസ് ബീജ സങ്കലനത്തെ തടസ്സപ്പെടുത്തുന്ന മറ്റൊരു കാരണമാണ്. അതുപോലെയാണ് സ്ട്രെസ് ഉള്ള ആളുകളിൽ ബീജത്തിന്റെ അല്ലെങ്കിൽ സ്പേമിന്റെ മോട്ടിലിറ്റി കുറയുകയും അത് അണ്ടത്തിലേക്ക് എത്താൻ തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യാറുണ്ട്. മാത്രമല്ല ബീജത്തിന്റെ കൗണ്ടിനെയും ബീജത്തിന്റെ മോർഫോളജിയെയും ഒക്കെ സ്ട്രെസ് വളരെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് സ്ട്രെസ് മാനേജ് ചെയ്യുമ്പോൾ സ്ത്രീയുടെ സ്ട്രെസ് മാത്രം മാനേജ് ചെയ്യാതെ ആ കപ്പിളിന്റെ ഇടയിൽ ഭാര്യ ഭർത്താക്കന്മാർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സ്ട്രെസ് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് ഒരേപോലെ മാനേജ് ചെയ്യേണ്ടത് പ്രധാനമാണ് എന്ന് മനസ്സിലാക്കുക.